നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നോക്കുന്നത് ചുഴലിക്കാറ്റുകളാണ്. 2023-24 വർഷങ്ങളിൽ ഉണ്ടായ ചുഴലിക്കാറ്റുകൾ അല്ലെങ്കിൽ സൈക്ലോൺസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാംസിനൊക്കെ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനോ ഒക്കെ ചോദിക്കാറുണ്ട് ചുഴലിക്കാറ്റുകളെ പറ്റി. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ വീശിയ കാറ്റുകൾ ഏതാണ്, ഏതൊക്കെ പ്രദേശങ്ങളാണ് ബാധിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ 2023-ലെയും 24-ലെയും ചുഴലിക്കാറ്റുകളെ പറ്റിയാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മള് കുറച്ച് ചുഴലിക്കാറ്റുകളാണ് നോക്കുന്നത്. പേര് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, ചിലത് മലയാളത്തിലാണ്. അപ്പം ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ദാന എന്ന് തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ്, ഓരോ രാജ്യങ്ങളാണ് ഇതിന് പേര് കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ കുറച്ച് കൺട്രീസ് അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇപ്പൊ ഇന്ന് ഈ ഒരു അടുത്ത കൊടുങ്കാറ്റിന് ഇന്ത്യ ആണെങ്കിൽ അതിന്റെ അടുത്തത് ഇന്തോനേഷ്യ, അങ്ങനെ ഓരോരുത്തരായിട്ട് മാറി മാറി അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ വരും. അതായത് ഓരോ ചുഴലിക്കാറ്റിനും ഓരോരോ കൺട്രീസ്, അതത് കൺട്രീസ് അല്ല, ഓരോരോ കൺട്രീസ് ആയിരിക്കും കൊടുക്കുന്നത്. അത് അവരിങ്ങനെ കുറച്ച് ഒരു 10-13 രാജ്യങ്ങളുണ്ട്, അതിങ്ങനെ മാറി മാറി അവര് കൊടുത്തുകൊണ്ടിരിക്കും പേരുകൾ. അപ്പം ഓരോ പേരുകളും പല പല രാജ്യത്തുള്ള ഭാഷകളായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ പഠിക്കുന്നത് ദാന. ഓക്കെ, അത് ഒക്ടോബർ 2024 കേട്ടോ. ഡേറ്റ് മാസം കൂടിയാണ് പറയുന്നത്, ഏത് ദിവസമാണെന്നല്ലല്ലോ. അത് പേര് നൽകിയത് ഖത്തറാണ്. അപ്പോ ദാന എന്നുള്ള പേര് നൽകിയത് ആരാണ്? ഖത്തറാണ്. ബാധിച്ചത് അതുപോലെ ഏത് രാജ്യങ്ങളാണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനങ്ങളാണ് ബാധിച്ചതെന്ന് വെച്ചാൽ ഒഡീഷയും വെസ്റ്റ് ബംഗാളുമാണ് ഇത് ബാധിച്ചത്. രൂപം കൊണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ബേ ഓഫ് ബംഗാളിലാണ് അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലാണ് ഇത് ബാധിച്ചത്. അതുപോലെ അടുത്തത് അസ്ന എന്നാണ് ഓഗസ്റ്റ്-സെപ്റ്റംബർ 2024 വന്നത്. പേര് നൽകിയത് പാകിസ്ഥാനാണ് കേട്ടോ, പാകിസ്ഥാനാണ്. അഫക്റ്റഡ് ഏരിയ അല്ലെങ്കിൽ ബാധിച്ച പ്രദേശം മുതൽ ഗുജറാത്തിലെ കച്ചും പാകിസ്ഥാനുമാണ് ബാധിക്കപ്പെട്ടത്. രൂപം കൊണ്ടത് അറേബ്യൻ സീലാണ്. ഓക്കെ, അറേബ്യൻ സീലാണ്. അപ്പൊ ദാന ഒക്ടോബർ 2024 പേര് നൽകിയത് ഖത്തറാണ്. ബാധിച്ചത് എവിടെയാണ്? ഒഡീഷയും വെസ്റ്റ് ബംഗാളും. അതുപോലെ തന്നെ രൂപം കൊണ്ടത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്ത് നോക്കാം, അസ്ന ഓഗസ്റ്റ്-സെപ്റ്റംബർ 2024 വന്നത്. പേര് നൽകിയത് പാകിസ്ഥാനാണ്. ബാധിക്കപ്പെട്ട പ്രദേശം ഏതെന്ന് വെച്ചാൽ ഗുജറാത്തിലെ കച്ചും പാകിസ്ഥാനുമാണ് കേട്ടോ. രൂപം കൊണ്ടത് എവിടെയാണ്? അറേബ്യൻ സീലാണ്. അതുപോലെ അടുത്തത് റെമാൽ. പേര് നൽകിയത് ഒമാനാണ് കേട്ടോ. മെയ് 2024 കേട്ടോ. നമ്മൾ 2024-ഉം 2023 മാത്രമേ നോക്കുന്നുള്ളൂ. അതിന് മുന്നേക്ക് ഒരുപാടുണ്ട്. നമ്മൾ അത്യാവശ്യം ഇന്ത്യയിലുള്ള അഫക്ട് ചെയ്ത സ്ഥലങ്ങളാണ് കാറ്റുകളാണ് പഠിക്കുന്നത്. ഓക്കെയാണ്. ബാധിച്ചത് വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശുമാണ് കേട്ടോ. രൂപം കൊണ്ടത് ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അങ്ങനെയായിരിക്കും. കഴിഞ്ഞ മെയ് 2024 ബേ ഓഫ് ബംഗാൾ രൂപം കൊണ്ട കാറ്റ് ഏത്, അല്ലെങ്കിൽ എന്താണ് റെമാൽ എന്ന കാറ്റിന്റെ പേര് നൽകിയത്, അങ്ങനെ ഏത് വേണോ, ഇതിൽ എത്ര ക്വസ്റ്റ്യൻ വേണോ ചോദിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ റെമാൽ എന്ന് പറയുന്നത് മെയ് 2024 പേര് നൽകിയത് ഒമാനാണ്. ബാധിച്ചത് വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശുമാണ് കേട്ടോ. രൂപം കൊണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാല് ബംഗാൾ ഉൾക്കടലിലാണ്. അതുപോലെ ഫെങ്കൽ ഈ 2 ദിവസം മുന്നേ ആണ് അല്ലെ, തമിഴ്നാട്ടില് നമ്മള് ന്യൂസിലൊക്കെ കണ്ടു, നല്ല മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയിരുന്നു. ഫെങ്കലാണ് നവംബർ-ഡിസംബർ 2000 നവംബറിലാണ് അത് അതിന്റെ രൂപപ്പെട്ടത്. ഡിസംബർ 1-ാം തീയതിയാണ് അത് വീശിയത്. ഓക്കെയാണ്, നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടോ. പേര് നൽകിയത് ആരാണ്? സൗദി അറേബ്യയാണ് പേര് നൽകിയത് കേട്ടോ. ബാധിച്ചത് തമിഴ്നാട്, ശ്രീലങ്ക. സോ അതിപ്പം റീസെന്റ് ആയിട്ട് നടന്ന 2 ദിവസം മുന്നേ നടന്നതുകൊണ്ട് ഓർമ്മയുണ്ടാവും. ഫെങ്കലാണ് പേര്. ഓക്കെ, അടുത്ത മിഷോങ് ആണ് കേട്ടോ. മിഷോങ് 2023 ഡിസംബറിലാണ്. പേര് നൽകിയത് ആരാണെന്ന് വെച്ചാൽ മ്യാൻമാർ ആണ്. മ്യാൻമാർ ആണ്. രൂപം കൊണ്ടത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ബാധിച്ചത് തമിഴ്നാടും ആന്ധ്രാപ്രദേശുമാണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെക്കുക, അല്ലാതെ ഇത്രയും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഓരോന്ന് കണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുകയോ എഴുതി വെക്കുകയോ ചെയ്യുക. അടുത്തത് തേജ് ആണ് കേട്ടോ. തേജ് 2023 ഒക്ടോബറിലാണ്. പേര് നൽകിയത് ഇന്ത്യ. രൂപം കൊണ്ടത് എവിടെയാണ്? അറബിക്കടലിലാണ്. ബാധിച്ച രാജ്യം യമൻ. ബാധിച്ച രാജ്യം വെച്ചാൽ കാറ്റടിച്ചപ്പോൾ ആർക്കാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്, അതാണ് ബാധിക്കപ്പെട്ട അല്ലെങ്കിൽ അഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മിഷോങ് ഏതാണ്? 2023 ഡിസംബറിലാണ്. പേര് നൽകിയത് മ്യാൻമാർ ആണ്. രൂപം കൊണ്ടത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അതുപോലെ ബാധിച്ച പ്രദേശങ്ങൾ ഏതാണ്? തമിഴ്നാടും ആന്ധ്രാപ്രദേശും. മിഷോങ്. അടുത്ത തേജ് 2023 ഒക്ടോബറിലാണ്. പേര് നൽകിയത് ആരാണ്? ഇന്ത്യയാണ്. രൂപം കൊണ്ടത് അറബിക്കടലിലാണ്. അഫക്റ്റഡ് ആയിട്ടുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ യമൻ ആണ്. അടുത്ത് മോക്ക എന്ന് പറയുമ്പോ 2023 മെയ്യിലാണ് കേട്ടോ. പേര് നൽകിയത് യമൻ ആണ്.
രൂപം കൊണ്ടത് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ബാധിച്ചത് മ്യാൻമറും ബംഗ്ലാദേശും. അപ്പൊ എന്താണ് കരുണ എന്ന് പറയുമ്പോൾ ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ്. അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് മ്യാൻമറിൽ എന്താണ് മൂക്ക ബാധിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് എന്ത്? കരുണ എന്ന് പറയുന്നത്. ഇപ്പോ 2023 മെയ്യിലാണ്. പേര് നൽകിയത് യമനാണ്. രൂപം കൊണ്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ബാധിച്ചത് മ്യാൻമറും ബംഗ്ലാദേശും. പിന്നെ ഓർത്ത് വെക്കേണ്ട എന്താണ്? ഓപ്പറേഷൻ കരുണയാണ്. ഇന്ത്യ നടത്തിയതാണ് ഓപ്പറേഷൻ കരുണ. ബിപാർ ജോയ് എന്ന് പറയുമ്പോ പേര് നൽകിയത് ബംഗ്ലാദേശ് ആണ്. ഇതൊരു ബിപാർ ജോയ് എന്ന് കേൾക്കുമ്പോൾ ഒരു ബംഗാളി പേരാണ്. അപ്പൊ അത് ബംഗ്ലാദേശാണ് പേര് കൊടുത്തത്. ജൂൺ 2023 ആണ്. ഓക്കെ. ബാധിച്ചത് ഗുജറാത്തും കറാച്ചി പാകിസ്ഥാനിലെ കറാച്ചിയുമാണ്. രൂപം കൊണ്ടത് എവിടെയാണ്? അറേബ്യൻ സീ ആണ് കേട്ടോ. അപ്പൊ മോക്ക പഠിച്ചു, ബിപാർ ജോയ് പഠിച്ചു. അടുത്തത് മിഥിലി നവംബർ 2023 പേര് നൽകിയത് മാൽഡീവ്സ് അല്ലെങ്കിൽ മാലി ദ്വീപാണ്. രൂപം കൊണ്ടത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ബാധിച്ചത് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ. കേട്ടോ, WB എന്നിട്ടിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ ആണ് കേട്ടോ. ഒഡീഷയും ആന്ധ്രാപ്രദേശും വെസ്റ്റ് ബംഗാൾ ആണ് ഏത്? മിഥിലി. പേര് നൽകിയത് ആരാണ്? മാലിദ്വീപാണ്. രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലാണ്. ബാധിച്ചത് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ. അടുത്തത് ഹമൂൺ എന്താണ്? ഒക്ടോബർ 2023 പേര് നൽകിയത് ഇറാൻ ആണ്. രൂപം കൊണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പം ഒരുവിധം എല്ലാം ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പൊ ബംഗാൾ ഉൾക്കടൽ അല്ലാത്തത് ഏതെന്ന് പഠിച്ചു വെക്കുന്നതായിരിക്കും. ബാക്കിയെല്ലാം ബംഗാൾ ഉൾക്കടൽ എന്നും ഓർത്തു വെക്കുക. അടുത്ത മോച്ച എന്ന് പറയുമ്പോൾ മെയ് 2023 രൂപം കൊണ്ടത് എവിടെയാണ്? ബേ ഓഫ് ബംഗാൾ ആണ്. പേര് നൽകിയത് യമനാണ് കേട്ടോ. ബേ ഓഫ് ബംഗാൾ ആണ് പേര് നൽകിയത് യമനാണ്. കൂടുതലും ബേ ഓഫ് ബംഗാൾ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം. ബേ ഓഫ് ബംഗാൾ ഉള്ളത് പഠിച്ചിട്ട് അല്ലാത്തത് എന്താണ്? അറേബ്യൻ സീ ആണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇത് കുറച്ച് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2023-24 മെയിൻ ആയിട്ടുള്ള ചുഴലിക്കാറ്റുകളാണ് നമ്മൾ പറഞ്ഞത്. സ്പീഡിലാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ അത് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുകയോ എഴുതി വെച്ച് പഠിക്കുകയോ തന്നെ ചെയ്യണം. അല്ലാതെ ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പഠിക്കണമെന്നില്ല. അതുകൊണ്ടാണ് അത് സ്പീഡിൽ പറഞ്ഞു പോയത്. അടുത്ത് റാൻഡം ആയിട്ടുള്ള കുറച്ച് കാറ്റുകളാണ് കേട്ടോ. 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ കാറ്റാണ് എന്ത്? ഇഷ എന്ന് പറയുന്നത്. 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ കാറ്റ് ഏതാണ്? ഇഷയാണ്. 2024 ഹെങ്ക് ചുഴലിക്കാറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് കിങ്ഡം ആണ് കേട്ടോ. UK-യിലാണ് 2024 ഹെങ്ക് ചുഴലിക്കാറ്റ് വീശിയത്. അതുപോലെ 2023 ഓഗസ്റ്റില് ഫ്ലോറിഡയിൽ വീശിയ കാറ്റാണ് ഇഡാലിയ. ഓക്കെ. അടുത്ത് മാവർ ചുഴലിക്കാറ്റ് 2023 വീശിയത് എവിടെയാണെന്ന് ചോദിച്ചാല് ഫിലിപ്പീൻസിലാണ്. ഇതൊന്നും ഇന്ത്യയിലും ഏഷ്യ ഭാഗത്തുള്ളതല്ല. ബാക്കിയുള്ള അതുകൊണ്ടാണ് അത് റാൻഡം അടിച്ചത്. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2024 ജൂലൈയിൽ തായ്വാനിലും ഫിലിപ്പീൻസിലും കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാന്ന് ചോദിച്ചാല് ഗേമി ചുഴലിക്കാറ്റാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഇത്രയും റാൻഡം ആയിട്ടുള്ള. ബാക്കിയെല്ലാം വളരെ കൃത്യമായി പഠിച്ചിരിക്കുക കേട്ടോ. ഒന്നുകൂടെ പറയാം. ദാന, അസ്ന പഠിച്ചു. പിന്നെന്താണ്? റെമാല് പഠിച്ചു. ഫെങ്കല് പഠിച്ചു. ഫെങ്കല് ഓർത്തിരിക്കുക, കാരണം 2 ദിവസം മുന്നേ നടന്നതാണ്. മിഷോങ്, തേജ്, മോക്ക, ബിപർജോയ്, മിഥിലി, ഹമൂൺ, പിന്നെ മോച്ച. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ കുറച്ച് റാൻഡം ആയിട്ടുള്ള അന്താരാഷ്ട്ര നെല്ലൊക്കെ അടിച്ച കുറച്ച് വീശിയ കാറ്റുകളാണ്. പിന്നെ നമുക്ക് 10th പ്രിലിംസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും ആയിട്ടുള്ള കോഴ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ 10th പ്രിലിംസിന്റെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ എന്നും പറയുന്ന പോലെ റിവിഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് 10th പ്രിലിംസിന് എന്തുണ്ട്? ടോപ്പിക് എക്സാം ഉണ്ട്, ഡെയിലി എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം വരുന്നുണ്ട്. അപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു ജോബ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു നിങ്ങൾക്ക് അറിയാം. അപ്പം നമുക്ക് ആപ്പിൽ കയറിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഈ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ 10th പ്രിലിംസിന് കൂടുതൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്? പ്രാക്ടീസ് ആണ് വേണ്ടത്. പിന്നെ അടുത്ത ഡിസംബർ 28 ഒരു മാസം കൂടെ ഉള്ളൂ. പിന്നെ ഡിസംബർ 28 കഴിഞ്ഞിട്ട് അടുത്തടുത്ത മാസങ്ങളിലുണ്ട് എക്സാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കാനാണ് ചലഞ്ചർ ആപ്പിൽ ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സുകൾ നിലവിൽ ഒരുപാട് റൺ ചെയ്യുന്നുണ്ട്. 10th പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ എല്ലാം കൂടെ ഉള്ള ഒരു പാക്കേജ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് എന്ത് ചെയ്യും? കവർ ചെയ്ത് തരുന്നുണ്ട്. PDF നോട്ട്സ് ഉണ്ടാവും, SCRT ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാവും, പിന്നെ ഡെയിലി എക്സാംസ്, മോക്ക് എക്സാംസ്, പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഓരോ ക്ലാസ്സുകളും നമുക്ക് വിത്ത് മെന്റർഷിപ്പോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.